ചെയ്യാ? നമസ്കാരം. നമസ്കാരം. ആരൊക്കെ വിരുന്നുകാര്? വിരുന്നുകാരല്ല, കല്യാണക്കാരാ. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എവിടെ ഉള്ളവരാ? ഞങ്ങൾ ഇനി ഈ വീട്ടുകാരാകാൻ പോവുക അല്ല? പക്ഷേ അതെ, ഇവിടെന്ന് വെച്ചാ? അല്ല ഇവിടെയൊക്കെ തന്നെ നമ്മുടെയൊക്കെ പരിസരത്ത് ഇങ്ങനെ. അതാ ഞാൻ തന്നോട് ചോദിച്ചേ, ഈ പരിസരത്താരാ ഇങ്ങനെ രഹസ്യമായിട്ട് കല്യാണം? അയ്യോ, രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് ഈ കുഞ്ഞിരാവിനെ നടത്തിയത്. നല്ല അന്തസ്സായിട്ട്. സംശയമുണ്ട്, ചെക്കനോട് ചോദിച്ചു നോക്ക്. ചെക്കൻ എവിടെ ഉള്ള? അല്ല, ചെക്കൻ ഈ പരിസരത്തൊക്കെ ഉള്ളത് തന്നെ. ഈ പരിസരത്ത് വെച്ചാ? ഇങ്ങ വന്നേ. അതെ, കാലമൊക്കെ മാറിയിരിക്കണം നമ്പീശ. കലികാലം ഇപ്പൊ. അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്പീശം വേണം ആശ്വസിപ്പിക്കാൻ. ഒരു വാക്ക് തന്നെ നേരത്തെ ഒന്ന് പറയണ്ടോ? അല്ല, എന്തുകൊണ്ട് ചെയ്യാറുണ്ട് നമുക്ക്? പറയാനുള്ള സന്ദർഭം കിട്ടിയില്ല, വളരെ പെട്ടെന്നായിരുന്നു. അത് ശരി. അതെ, നല്ല ബുദ്ധിയുണ്ടെന്ന് ആലോചിക്കുക. ഇപ്പൊ നമ്മുടെ ഓമനക്കുട്ടനാണ് ഇങ്ങനെ ചുമ്മാ ചെയ്തെന്ന് വിചാരിക്കുക. നമ്പീശൻ എന്താ? ഓമനക്കുട്ടനാണ് ചെയ്തെങ്കിലുണ്ടല്ലോ, രണ്ടിനെ അരി ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും, അറിയാവോ? അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്തേന്ന് പറഞ്ഞ് എന്തോ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലേ താൻ മരിക്കണോ ജീവിക്കണോ എന്ന് ഉടനെ തീരുമാനിക്കേണ്ടി വരും. എന്തിന്? ഇത് ഓമനക്കുട്ടൻ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പെട്ട കുട്ടന്റെ അച്ഛ, കല്യാണം മുടങ്ങി നാട്ടുകാരുടെ മുമ്പില് കൂട്ടുകാരന്റെ തറവാടിന്റെ മാനം കെടുന്ന ഘട്ടത്തിലാണ് ഓമനക്കുട്ടൻ മാലുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. വീട് ഏതാണെന്ന് വെച്ചാൽ അവരെ അനുഗ്രഹിച്ച് അകത്ത് കയറ്റിയാട്ടെ. മിണ്ടിപ്പോരുത്. തോന്നിയാസം കഴിഞ്ഞിട്ട് ഒരുമാതിരി അടിച്ചു